Hello class 3 students. So ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ EVSലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് അല്ലെ ജന്തു ലോകത്തേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മക്കളെല്ലാവരും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആഹാരവും പലവിധം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോ ഒരു വീഡിയോ മക്കളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണല്ലോ, ആഹാരം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മക്കളെല്ലാവരും പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം മിസ്സ് നോക്കുകയാണെങ്കിൽ ഇത് മിസ്സാന്ന് വിചാരിക്കാം. ഓക്കെ, സ്നേഹ മിസ്. സ്നേഹ മിസ്. അപ്പം മിസ്സിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സ് പറയും മിസ്സിന് ബിരിയാണിയാണ് നല്ല ഇഷ്ടം. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. അതുകൂടാതെ തന്നെ പായസം ഇഷ്ടമാണ്. മക്കൾക്ക് പായസം ഇഷ്ടമാണോ? പായസം ഇഷ്ടമാണോ? അപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ് പായസം. പായസം ഇഷ്ടമാണ്. അതുകൂടാതെ തന്നെ മിസ്സിന് വെജിറ്റബിൾ കറി ഇഷ്ടമാണ്. സാമ്പാർ പോലുള്ള കറിയൊക്കെ മിസ്സിന് നല്ല ഇഷ്ടമാണ്. സാമ്പാർ, ഓക്കെ, സാമ്പാർ ഇഷ്ടമാണ്. ഉപ്പേരി ഇഷ്ടമാണ്. പപ്പടം ഇഷ്ടമാണ്. അപ്പോൾ മിസ്സിന് കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിസ്സ് ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ട്. അതുകൂടാതെ പായസം കുടിക്കും. പിന്നെ വെജിറ്റബിൾ കറിയും കാര്യങ്ങളും കഴിക്കും. അതുകൂടാതെ തന്നെ കുറേ വെജിറ്റബിൾ ഐറ്റംസും കഴിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും മിസ്സ് വെജിറ്റബിൾസും കഴിക്കും. അതായത് മിസ്സ് വെജും ആണ്. അതുകൂടാതെ തന്നെ നോൺ വെജ് കൂടിയാണ് അല്ലേ. അതായത് മിസ്സ് മീറ്റും കഴിക്കുന്നുണ്ട്. ചിക്കൻ കഴിക്കും. അതുകൂടാതെ തന്നെ പിന്നെ മീറ്റ് ഫിഷസ് കഴിക്കും മിസ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, മീറ്റിൽ വരുന്നതാണ്, ഇറച്ചിയിൽ വരുന്നതാണ്. അപ്പോൾ മിസ്സ് രണ്ടും കഴിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റ് മാത്രം കഴിക്കുകയുള്ളൂ, ചിലപ്പോൾ രണ്ടും കഴിക്കാം, അല്ലെങ്കിൽ ഈ സസ്യം അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ജീവികളെ നമുക്ക് നോക്കാം. മിസ്സ് രണ്ടിലും വരുന്ന ആൾക്കാരാണ്. അതായത് മിസ്സിന് വെജിറ്റബിൾസും ഇഷ്ടമാണ്, നോൺ വെജ് ആയിട്ടുള്ള ഫിഷസ് ആയാലും മത്സ്യങ്ങളായി കഴിഞ്ഞാലും, അതുകൂടാതെ ചിക്കനൊക്കെ മിസ്സിന് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ആനിമൽ ഉണ്ടല്ലോ, ഇത് ഏത് ആനിമലാണ്? ഇത് ഏത് ആനിമലാണ്? ലയൺ ആണ് അല്ലേ, സിംഹം. അപ്പോൾ സിംഹം എന്താ മക്കളെ കഴിക്കുക? സിംഹം എന്താ കഴിക്കുക? സിംഹം പുല്ലൊക്കെ കഴിച്ചിട്ടാണോ നടക്കുക? അല്ല, നമുക്കറിയാം സിംഹം എന്ന് പറയുന്നത് ഇര പിടിക്കുന്ന ആൾക്കാരാണല്ലോ. അതായത് മാനിനെ ചേസ് ചെയ്ത് പിടിക്കുന്നു. അതുകൂടാതെ ജിറാഫിനെ കഴിക്കുന്നു, സീബ്രനെ കഴിക്കുന്നു. സോ ഇവർ നോൺ വെജാണ് കഴിക്കുന്നത്. അതായത് ഇവർ മീറ്റാണ് കഴിക്കുക, ഇറച്ചിയാണ് കഴിക്കുക. അപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സിംഹം. ഇനി അതേപോലെ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്താ കഴിക്കുക? ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ. പൂമ്പാറ്റ. പൂമ്പാറ്റ എന്താ കഴിക്കുക? പൂമ്പാറ്റ തേനൊക്കെ കഴിക്കും അല്ലേ, തേൻ. അപ്പോൾ തേൻ നമ്മൾ എന്ത് പറയും? നെക്ചർ എന്ന് പറയും. തേൻ കുടിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പൂമ്പാറ്റ. പിന്നെ ഇതേ വേറൊരു ഇൻസെക്റ്റിന് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻസെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാണി. ഈ പ്രാണീനെ മക്കൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ രാത്രി സമയത്തൊക്കെ ഇവനെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പുൽച്ചാടിനെ പോലെയാണ് കാണാൻ. എന്നിരുന്നാലും ഇവൻ്റെ പേരിന് നമ്മൾ എന്ത് പറയും? പ്രേയിങ് മാൻറ്റിസ് എന്ന് പറയും. ഓക്കെ, പ്രേയിങ് മാൻറ്റിസ് എന്ന് പറയും. കൈതൊഴൻ പ്രാണി എന്നൊക്കെയാണ് മിസ്സിൻ്റെ നാട്ടിൽ പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് മിസ്സിന് അറിയില്ല. മിസ്സിൻ്റെ നാട്ടിൽ കൈതൊഴൻ പ്രാണി പ്രേയിങ് മാൻറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇവർ കഴിക്കുന്നത് ഇൻസെക്ട്സിനെ കഴിക്കും, ചെറു പ്രാണികളെ കഴിക്കും, ആൻഡ് ഓൾസോ ആൻസ്, ഉറുമ്പിനെയൊക്കെ കഴിക്കും. പ്രാണികൾ, അതുകൂടാതെ ഉറുമ്പ്, ഇതിനെയൊക്കെയാണ് ഇവന്മാർ കഴിക്കുന്നത്. സോ ഇവിടെ 3 വിഭാഗത്തിന് നമ്മൾ 2 വിഭാഗം പഠിച്ചു അല്ലേ. ഫസ്റ്റ് നോക്കിക്കേ, മീറ്റ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പൂവിലെ തേൻ കുടിക്കുന്ന ആൾക്കാരാണ്, അത് വെജാണ്. ഇനി അതുകൂടാതെ തന്നെ പ്രാണികൾ, ആൻസ്, ഇതിനെയൊക്കെ കഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ മീറ്റിനെ മാത്രം കഴിക്കുന്ന നമ്മുടെ സിംഹം, ലയൺ എന്ന് പറയുന്നത് മീറ്റാണ് കഴിക്കുന്നത്. അതായത് നോൺ വെജാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇവർ വരുന്ന കാറ്റഗറിയാണ് കാർണിവോഴ്സ് എന്നാണ് പറയാം. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ മാംസഭോജികൾ. മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർണിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലയൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാർണിവോഴ്സ് ആണ് അല്ലേ. ഇനി നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ. പൂമ്പാറ്റ എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നത്? തേനാണ് അല്ലേ, തേൻ, ഹണി അല്ലെങ്കിൽ നെക്ചർ എന്ന് പറയാം.
അപ്പോൾ തേൻ കുടിക്കുന്ന പൂമ്പാറ്റ, തേൻ എന്ന് പറയുന്നത് ഒരു വെജാണ്. അപ്പോൾ വെജിനെ കഴിക്കുന്നത് കൊണ്ട് വരെ നമുക്ക് എന്ത് പറയാം? ഹെർബിവോസ് എന്ന് പറയാം. ഹെർബിവോസ്. ഹെർബിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യഭോജികളാണ്. സസ്യങ്ങളാണ് ഇവർ കഴിക്കുന്നത്. ഇവരെയാണ് സസ്യഭോജികൾ എന്ന് പറയുന്നത്. സോ ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആഹാരം പലവിധം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ആനിമൽസിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓരോ മൃഗങ്ങളെ ഫുഡിൻ്റെ ബേസിൽ അവരെന്താണോ കഴിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ കാർണിവോസ്. കാർണിവോസ് എന്ന് പറഞ്ഞാൽ മാംസഭോജികൾ. മാംസഭോജികൾ ഉണ്ടായിരിക്കും. പിന്നെ ഇലവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുന്നത്, അതായത് നമ്മുടെ പുഴു, അതുകൂടാതെ തന്നെ ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇല, പുല്ല് ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ ആട്, ഗോട്ട്, കൗ ഇവരൊക്കെ ഹെർബിവോസ് ആണ്, സസ്യഭോജികളാണ്. അപ്പോൾ സെക്കൻഡ് വണ്ണാണ് ഹെർബിവോസ് എന്ന് പറയുന്നത്. ഹെർബിവോസ് എന്ന് പറഞ്ഞാൽ സസ്യഭോജികൾ. സസ്യഭോജികളാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അത് എന്തായിരിക്കും? മൂന്നാമത്തെ ആളെന്തായിരിക്കും? ചില ആനിമൽസ്, ഇപ്പം ഹെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഹെൻ എന്തൊക്കെയാണ് കഴിക്കും? ഗ്രെയിൻസ്, ധാന്യങ്ങൾ കഴിക്കും. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെജിൽ വരുന്ന ആൾക്കാരാണ്. പിന്നെ അതുകൂടാതെ തന്നെ പുഴുവിനൊക്കെ പിടിച്ച് കഴിക്കാറുണ്ട് നമ്മുടെ ഹെൻ. ഏർത്ത് മണ്ണിരനൊക്കെ പിടിച്ച് കഴിക്കും. അപ്പം മണ്ണിര എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മാംസമാണ്. അതുകൊണ്ട് അത് കാർണിവോസിൽ വരുന്നു അല്ലേ. അപ്പോൾ ഈ പറയുന്ന വെജും നോൺ വെജും കഴിക്കുന്ന ആൾക്കാരാണ്. രണ്ടും കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ഓംനിവോസ് അല്ലെങ്കിൽ മിശ്രഭോജികൾ എന്ന് പറയുന്നത്. മിശ്രഭോജികൾ ഉണ്ടായിരിക്കും. രണ്ടും കഴിക്കും, വെജും കഴിക്കും നോൺ വെജും കഴിക്കും. അപ്പോൾ മിസ് ആരാണ്? ഓംനിവോസ് ആണ്. മിസ്സിന് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ ചില ആൾക്കാരെന്തായിരിക്കും? സസ്യങ്ങൾ മാത്രം കഴിക്കുള്ളൂ, വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ രണ്ടും കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ മീറ്റ് മാത്രമായിരിക്കും ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ നമ്മുടെ സിംഹം നോക്കുകയാണെങ്കിൽ ദേ ആർ കാർണിവോസ് ആണ്. ഇനി ഇലകൾ മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഹെർബിവോസ് ആണ്. ഇനി രണ്ടും കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഓംനിവോസ് അല്ലെങ്കിൽ മിശ്രഭോജികൾ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മിസ് ഇവിടെ ആനിമൽസിനെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ പറയേണ്ടത് മീറ്റ് ആണോ കഴിക്കുന്നത്, ലീഫാണോ കഴിക്കുന്നത്, അത് രണ്ടും കഴിക്കുന്നത് എന്നല്ല. നിങ്ങൾ പകരം അത് കാർണിവോർ ആണോ, ഹെർബിവോസ് ആണോ, അത് ഓംനിവോസ് ആണോ എന്ന് പറയണം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ആദ്യം ഫോക്സ്. ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ. കുറുക്കൻ കുറുക്കൻ എന്തായിരിക്കും മക്കളെ കഴിക്കുക? കുറുക്കൻ കാർണിവോസ് ആണോ, ഹെർബിവോസ് ആണോ, അത് ഓംനിവോസ് ആണോ? എന്തായിരിക്കും? നമുക്കറിയാം കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവരെന്താണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്? മീറ്റാണ് ഇഷ്ടപ്പെടുന്നത്. സോ നമ്മുടെ ഫോക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ കാർണിവോസ് ആണ് നമുക്ക് പറയാം അല്ലേ. അതായത് കാർണിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസഭോജികൾ. മാംസഭോജിയാണ് ഫോക്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താ? സെക്കൻഡ് വൺ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമലാണ് ഗോട്ട് എന്ന് പറയുന്നത്. ഗോട്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ ആട്. ആടെന്താ മക്കളെ കഴിക്കുക? ആടെന്താ കഴിക്കുക? ഇല കൊടുത്താൽ കഴിക്കും, പുല്ല് കൊടുത്താൽ കഴിക്കും. അപ്പോൾ ആട് ഗ്രാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലീഫ് ഐറ്റംസ്, പ്ലാന്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് കഴിക്കുന്നത് കൊണ്ട് വരെ നമുക്ക് എന്ത് പറയാം? ഹെർബിവോസ് എന്ന് പറയാം. ഹെർബിവോസ് എന്ന് പറഞ്ഞാൽ സസ്യഭോജികളാണ് ഗോട്ട് എന്ന് പറയുന്നത്. ആട് ചിക്കനും വേറെ വല്ല മൃഗങ്ങളെയൊക്കെ പിടിച്ച് കഴിക്കാറുണ്ടോ? ഇല്ല. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? പ്ലാന്റ്സ് ആണ്, സസ്യങ്ങളാണ്. അപ്പോൾ സസ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഹെർബിവോസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്ക് ഇവിടെ കുറേ ആനിമൽസിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നായിട്ട് റൗണ്ട് ചെയ്യാം. അപ്പോൾ മക്കൾ പറയാം കേട്ടോ. ഫസ്റ്റ് വൺ റാബിറ്റ്. റാബിറ്റ് എന്താ കഴിക്കുക? റാബിറ്റിന് ഇഷ്ടം പറയുന്ന ക്യാരറ്റ് ഇഷ്ടമാണ്, ഗ്രാസ് ഇഷ്ടമാണ്. അപ്പോൾ റാബിറ്റ് കൂടുതലായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ റാബിറ്റ് എന്തിനെയാണ് കഴിക്കുന്നത്? പ്ലാന്റ്സ് ആണ് കഴിക്കുന്നത്. സോ പ്ലാന്റ്സ് കഴിക്കുന്നതുകൊണ്ട് റാബിറ്റ് എന്തായിരിക്കും? ഹെർബിവോസ് ആണ്, സസ്യഭോജികളാണ്. ഇനി നെക്സ്റ്റ് വൺ കൗ. കൗ എന്താ കഴിക്കുക? കവും ഇതേ പറഞ്ഞ പോലെ തന്നെ വൈക്കോല് കഴിക്കാറുണ്ട്, അതുകൂടാതെ തന്നെ പുല്ല് കഴിക്കാറുണ്ട്, ലീഫ് കഴിക്കാറുണ്ട്. അതുകൊണ്ട് കൗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൗ ഈസ് ഓൾസോ എ ഹെർബിവോസ് ആണ് അല്ലെ, സസ്യഭോജികളാണ്. ഇനി അടുത്തതാണ് ഗോട്ട്. ഗോട്ട് എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഗോട്ട് എന്ന് പറഞ്ഞാലും ഹെർബിവോസ് ആണ്. ഇനി ഡീർ എന്തായിരിക്കും? ഡീർ എന്ന് പറഞ്ഞാൽ മാൻ എന്താ കഴിക്കുക? മാനും പുല്ലൊക്കെ തന്നെ കഴിക്കുക, പ്ലാന്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഡീർ എന്ന് പറഞ്ഞാലും ഹെർബിവോസ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ഗ്രാസ് ഹോപ്പർ. പച്ച പുൽച്ചാടിയാണ്. അപ്പോൾ പേര് തന്നെ നമുക്ക് കിട്ടും പുൽച്ചാടി.
പുല്ലാണ് അവർ കഴിക്കുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? പുല്ലാണ്. അപ്പോൾ ഇവർ സസ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഗ്രാസ് ഹോപ്പറും ഹെർബിവോഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ജിറാഫ്. ജിറാഫ് എന്താ കഴിക്കുക? ജിറാഫ് വലിയ മരങ്ങളിലുള്ള കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ജിറാഫ് എന്ന് പറഞ്ഞാലും ഹെർബിവോഴ്സ് ആണ്. സോ ഇവരെല്ലാവരും വരുന്നത് എന്തിലാണ്? ഇവരെല്ലാവരും വരുന്നത് ഹെർബിവോഴ്സ് ആണ്. സോ നമുക്ക് ഇവരെ കോമൺ ആയിട്ട് എന്തെഴുതാം? ദീസ് ആർ ഹെർബിവോറസ് ആനിമൽസ് എന്ന് നമുക്ക് എഴുതാം. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യഭോജികളാണ്. ഇവരെല്ലാവരും സസ്യഭോജികൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ മക്കളോട് എക്സാമിന് ചോദിക്കുകയാണ് ഹെർബിവോഴ്സിന് 2 എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗോട്ട് എഴുതാം, കൗ എഴുതാം, റാബിറ്റ് എഴുതാം, ജിറാഫ് എഴുതാം, ഗ്രാസ് ഹോപ്പർ എഴുതാൻ വേണ്ടി പറ്റും, ഡീർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണെങ്കിൽ ഇവിടെ വേറെ കുറേ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവന്മാർ കാട്ടിലുള്ള മൃഗങ്ങളെ ചേസ് ചെയ്ത് പിന്നാലെ ഓടിപ്പോയി കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇവരൊക്കെ പ്രിഡേറ്റേഴ്സാണ്, ഇര പിടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈഗിൾ എന്താ ചെയ്യുന്നത്? കോഴിക്കുഞ്ഞിനൊക്കെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ അവർ മീറ്റാണ് കഴിക്കുന്നത്. സോ ഈഗിൾ എന്ന് പറഞ്ഞാൽ കാർണിവോഴ്സ് ആണ്, മാംസഭോജികളാണ്. ഇനി ലയണോ? ലയൺ നമുക്ക് കണ്ണടച്ചും പറയാം ദേ ആർ കാർണിവോഴ്സ് അല്ലെ, അവർ മാംസമാണ് കഴിക്കുന്നത്. അതുപോലെ ഫോക്സ് നമ്മൾ പരിചയപ്പെട്ടു, അവരെന്താണ്? കാർണിവോഴ്സ് ആണ്. ഇനി ടൈഗർ എന്താ കഴിക്കുക? ടൈഗർ പുല്ലൊക്കെ കഴിക്കുമോ? പുല്ലും ഇലയൊക്കെയാണ് പിടിച്ച് കഴിക്കുന്നത്? അല്ല, അവർക്ക് ഇഷ്ടം മീറ്റാണ്. സോ ദേ ആർ കാർണിവോഴ്സ് ആണ്. പിന്നെ ഹൈന, കഴുതപ്പുലി. ഹൈന എന്താ കഴിക്കുക? ഹൈനയ്ക്ക് ഏറ്റവും ഇഷ്ടം മീറ്റാണ് അല്ലേ. അവർക്ക് മീറ്റ് കഴിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന എല്ലാ ആനിമൽസും എന്തായിരിക്കും? കാർണിവോഴ്സ് ആണ്. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ മാംസഭോജികളാണ്. മനസ്സിലായോ? എന്താണ് ഹെർബിവോഴ്സ്, എന്താണ് കാർണിവോഴ്സ് എന്നെ കുട്ടികൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ നോക്കിക്കേ, all creatures which eat only plant parts. ഇലയിലുള്ള ഭാഗങ്ങൾ കഴിക്കാം. ചിലപ്പോൾ ഇലയിലുള്ള ഫ്രൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇലകളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടായിരിക്കാം. ഇങ്ങനെ പ്ലാന്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഹെർബിവോഴ്സ് എന്ന് പറയുന്നു, സസ്യഭോജികൾ എന്ന് പറയുന്നു. സോ നോക്കിക്കേ, മലയാളത്തിൽ നോക്കിക്കേ, സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികൾ അല്ലെങ്കിൽ സസ്യഭോജികൾ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് എന്താണ് സസ്യാഹാരികൾ എന്ന് എഴുതാം. നിങ്ങൾ എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്, ഭോജികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. സസ്യാഹാരികൾ എന്ന് പറയുന്നു, അതായത് ഹെർബിവോഴ്സ് എന്ന് പറയുന്നു. ഇനി സെക്കൻഡ് വൺ നോക്കിക്കേ, ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോഴ്സ്. ഇറച്ചി മാത്രം കഴിക്കുന്ന അല്ലെങ്കിൽ മാംസം മാത്രം കഴിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? മാംസാഹാരികൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മാംസഭോജികൾ എന്ന് പറയുന്നു. സോ മാംസാഹാരികൾ, ഇവിടെ മിസ് വായിച്ച് മാംസാഹാരി എന്ന് എഴുതാം. മാംസാഹാരികൾ എന്ന് പറയുന്നു, മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാർ. ഇനി മൂന്നാമതൊരു സെന്റൻസ് ഉണ്ട്, ഓംനിവോഴ്സ് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റും മീറ്റും കഴിക്കുന്ന ആൾക്കാരെയാണ് ഓംനിവോഴ്സ് അല്ലെങ്കിൽ എന്ത് പറയും? മിശ്രാഹാരികൾ എന്ന് പറയുന്നു. ഓക്കെ, മിശ്രാഹാരികൾ. ഓംനിവോഴ്സ് ഉണ്ടായിരിക്കും, കാർണിവോഴ്സ് ഉണ്ടായിരിക്കും, അതുകൂടാതെ തന്നെ ഓംനിവോഴ്സ് ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ മലയാളമൊക്കെ ഒന്ന് വേഗം പറഞ്ഞു നോക്കിക്കേ. എന്തായിരുന്നു നമ്മുടെ കാർണിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാംസാഹാരികളാണ്, മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. ഹെർബിവോഴ്സ് എന്താണ്? സസ്യാഹാരികൾ, പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് ഹെർബിവോഴ്സ്. ഓംനിവോഴ്സ് എന്താണ്? രണ്ടും കഴിക്കും, മീറ്റ് പ്ലസ് പ്ലാന്റ്, രണ്ടും കഴിക്കുന്ന ആൾക്കാരാണ് ഓംനിവോഴ്സ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് പറയും? മിശ്രാഹാരികൾ. മിശ്രം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ രണ്ടും കഴിക്കുന്ന ആൾക്കാരാണ് മിശ്രാഹാരികൾ. അപ്പോൾ ഇങ്ങനെയാണ് ആനിമൽസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആഹാരവും പലവിധം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. സോ ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് 3 എക്സാമിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതുകൂടാതെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് മക്കൾക്ക് കിട്ടും. സോ ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഇനി ഈ ഒരു വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.